എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ഒരു കൊറിയൻ സൂപ്പർ മാർക്കറ്റാണ് നമ്മളിന്ന് വ്ളോഗ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് കൊറിയൻ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. സ്പെസിഫിക് ആയിട്ട് BTSന്റെ ഒരുപാട് സോവനിയേഴ്സ് അവൈലബിൾ ആണ്. ഡയറി, കീ ചെയിൻ, അങ്ങനെ പലതരം സോവനിയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെയുള്ളൊരു മേജർ സെക്ഷനാണ് ഇവരുടെ ഫുഡിൻ്റെ സെക്ഷൻ. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇവരുടെ കൊറിയൻ കുറച്ച് ഫുഡുകൾ ട്രൈ ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ കാണുന്നതെല്ലാം കുറച്ച് കൊമ്പൂച്ച ഡ്രിങ്കുകളുടെ ഫ്ലേവറുകളാണ്. ഇവിടെ കൊറിയൻ മാത്രമല്ലാതെ ചൈനീസ്, പിന്നെ കുറച്ച് ജാപ്പനീസ് പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. ഈ കാണുന്നതെല്ലാം സീവീഡിൻ്റെ പല ഫ്ലേവേഴ്സിലുള്ള സ്നാക്സ് ആണ്. ഈ കാണുന്നത് ഷ്രിംസിൻ്റെ ഈ പല ഫ്ലേവറുകളിലുള്ള ഷ്രിംസിൻ്റെ സ്നാക്സ് ആണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അവരെ മോച്ചി ട്രൈ ചെയ്യാനാണ്. നമ്മൾ മുന്നേ ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫ്ലേവറിൻ്റെയും ഓരോ പാക്കറ്റ് വീതം ഒരു ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പാക്കറ്റ് വാങ്ങി ഇഷ്ടമായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഫ്ലേവറുകൾ ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഈച്ച് പീസിന് 3 dirhams ആണ്. ഇത് ഈ കാണുന്നതാണ് കിംചി, നമ്മുടെ നാട്ടിലെ അച്ചാർ പോലെ കൊറിയൻ അച്ചാറാണിത്. ഈ മെൽറ്റ് കേസ് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. നമ്മളത് ട്രൈ ചെയ്തിരുന്നു. അതിൻ്റെ സ്ട്രോബെറി ഫ്ലേവർ. ഈ കാണുന്നതെല്ലാം ചോക്കോ ഡിപ്സ്റ്റിക്കുകളാണ്. എഗെയിൻ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ വരുന്നത്. പിന്നെയുള്ള ഒരു മേജർ സെക്ഷനാണ് ജാപ്പനീസ് ഡൈഫുക്കു. ഈ മോച്ചിയുടെ കുറച്ച് വലിയൊരു വേർഷനാണ് ഈ ഡൈഫുക്കു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഡൈഫുക്കു. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞങ്ങൾ മാംഗോ മൂച്ചിയാണ് വാങ്ങിയത്. അതിന് 12 dirham ആയിരുന്നു. ഇതും എഗെയിൻ പല ഫ്ലേവറുകളിലുണ്ട്. ഈ കാണുന്നതെല്ലാം ക്രീം ബണ്ണുകളാണ്. എഗെയിൻ പിസ്ത, പിന്നെ അതുപോലെ സ്ട്രോബെറി ഫ്ലേവേഴ്സിലുള്ളത്. ഈ കാണുന്നതും മൂച്ചിയുടെ വേറെ ബോബയിലുള്ള ഫ്ലേവേഴ്സ്. പിന്നെ ഉള്ളതാണ് കോൺ ഡോഗിൻ്റെ എഗെയിൻ പല ഫ്ലേവേഴ്സ് ഉള്ളത്. ഫുഡ് കഴിഞ്ഞുള്ള മേജർ സെക്ഷനാണ് പെർഫ്യൂമറി മാത്രമല്ല, ഇവിടെ എടുത്തു പറയേണ്ടത് കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. കാരണം UAE തന്നെ ഏറ്റവും മികച്ചൊരു ട്രേഡ് ഷോ ആണ് ബ്യൂട്ടി വേൾഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഈ കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്ട്സ്. അതിലെ ഒരു പ്രോമിനന്റ് പ്രൊഡക്റ്റ് ആണ് ഇവരുടെ ഫേസ് മാസ്ക്. മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് എല്ലാം 6 dirham ഉള്ളൂ. ഫേസ് മാസ്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു മേജർ സെക്ഷനാണ് അവരുടെ ഷാംപൂ, ഹെയർ കെയർ, പിന്നെ മോയ്സ്ചറൈസർ. അതെല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. 60 dirhams ഒക്കെയാണ് ഒരു ആവറേജ് പ്രൈസ് വരുന്നത്. പക്ഷെ ഇവർക്ക് ഇവിടെ ഒരു വൈഡ് സെക്ഷൻ തന്നെ അവൈലബിൾ ആണ് ഇതിൻ്റെ. അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ കാണുന്ന ഇയർ റിങ്സ്. ഈ പറഞ്ഞ പോലെ തന്നെ പല ഇമോജീസ്, അതുപോലെ തന്നെ ആനിമിയുടെ ഒക്കെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ലബൂബുവിൻ്റെ ഈ ഒരു പെയറിന് 50 dirhams ആണ്. കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. ഫുഡെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്സ്റ്റേഴ്സിൽ ഫുഡ് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ അവിടെ അഡീഷണൽ കുറച്ച് പ്രൊഡക്ട്സുകളുണ്ട്. എഗെയിൻ ഇവിടെ കുറേ ടോട്ടേ ബാഗ്സ് കാണാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ എഗെയിൻ കുറേ ആനിമേഷൻ, കുറേ സോക്സുകൾ അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ഇവിടെ ഇതിൻ്റെ ഈ ഒരു സ്റ്റോറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാങ്ങിയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ്, കോഫി, അതുപോലെ തന്നെ കൊമ്പൂച്ച ഡ്രിങ്ക് എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് ഉണ്ടാക്കി നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരു സ്നാക്കായിരുന്നു ഈ ഒരു മുറുക്ക് പോലുള്ളൊരു സ്നാക്ക്. ഇത് കാണാൻ നമ്മുടെ സാധാരണ മുറുക്ക് പോലെ ഉണ്ടെങ്കിലും ഭയങ്കര സ്പൈസി ആയിരുന്നു. ഇത് മെൽറ്റ് കിസ്, ചോക്ലേറ്റിൻ്റെ അകത്ത് സ്ട്രോബെറി ഫ്ലേവർ ആയിരുന്നു. ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണത്. ഇത് മോച്ചി. ഇത് ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് മിൻറ്റ് ചോക്ലേറ്റ് ആയിരുന്നു. മിൻറ്റ് ഫ്ലേവർ നമുക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അത്ര റെക്കമെൻഡ് ചെയ്യാത്ത ഒരു മോച്ചിയാണ്.
രണ്ടാമത് നമ്മൾ ട്രൈ ചെയ്ത് ക്രീമി കോക്കനട്ട് ആയിരുന്നു. ഇത് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മോച്ചിയായിരുന്നു. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് എന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മൂന്നാമത് നമ്മൾ ട്രൈ ചെയ്തായിരുന്നു ക്രീമി മാച്ച ലാറ്റെ. ഇത് നമുക്ക് മാച്ചയുടെ ഫ്ലേവർ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമുക്കിത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. മാച്ച ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മേ ബി ഇത് ഇഷ്ടമായിരിക്കും. ഈ ലാസ്റ്റ് ഉള്ളതാണ് ജാപ്പനീസ് ഡൈഫുക്കു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോച്ചിയുടെ കുറച്ച് ബിഗ്ഗർ വേർഷൻ മാത്രം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാണ്. നമ്മൾ മാംഗോ ഫ്ലേവറാണ് വാങ്ങിയത്, കുറച്ചുകൂടിയും സ്വീറ്റ് ആണിത്. പൊട്ടിക്കാൻ കുറച്ച് പാടായിട്ടുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് കടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്ന് കാണിക്കാം. അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇത് എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.